വ്യാജമായിട്ടൊരു ബില്ലുണ്ടാക്കിയേക്കണേ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പെട്ട് ഇപ്പൊ അയാളോട് പരാതി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കാശടിച്ചു മാറ്റിയത് കൂടാതെ ഒരു BJP നേതാവ് അയാൾക്ക് 5 രൂപ കിട്ടിയില്ല. അയാൾ ചോദിക്കണേ 3.25 ലക്ഷം രൂപയുടെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അയാൾക്ക് കിട്ടിയില്ല. എന്റെ പൊന്നു സാറേ, ഇതിനകത്ത് മറ്റേ പഞ്ചാരം പഴം മാത്രമേ ഒന്നുമില്ല എന്ന് പറയണ പോലെ ശരിക്കും പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന്റെ അവസ്ഥ മറ്റേ പുള്ളിയുടെ അവസ്ഥ ഏത്? അതെ, പൈസ പോയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഒന്നുമില്ല. കുറെ പേര് ചോദിക്കുന്നുണ്ട് ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന്, ഞങ്ങളുടെ കാശ് ഞങ്ങൾ കെട്ടാ നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കട്ടെ. ഏത് മറ്റേ ബാലഞ്ചാന്റെ വീട്ടിൽ ചോദിച്ച പോലെ എന്റെ കാശ് എന്റെ അച്ഛന്റെ കാശ് ഞാൻ കെട്ടാ പിന്നെ നിങ്ങൾ. മോദിക്ക് അമിത്ഷാക്കൊക്കെ തലവേദനയാണ്. കാരണം ഈ ഒരു ചെറിയ സ്റ്റേറ്റ് കൊണ്ട് ഇവിടെ എന്താണ് 1350 പ്രശ്നങ്ങളും ബാക്കിയുള്ള സ്റ്റേറ്റിൽ ഇത്ര പ്രശ്നം ഇല്ല. സാർ, അമ്പൊന്നും കൊള്ളാത്തവരില്ല ഉരുക്കളിൽ എന്ന് പറയുന്ന പോലെ BJP നേതാക്കളുടെ BJPയുടെ കുറെ പണത്തട്ടിപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ അമ്പ് കൊള്ളാത്തവരാരും ഇല്ല എന്നുള്ള സ്ഥിതിയിൽ വന്ന് നിൽക്കുകയാണ്. എന്താണ് തട്ടിപ്പിന്റെ ഒരു മാരക വേർഷൻ? ചിലപ്പോൾ ആർസിക്കുന്നത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ മേലെ കണ്ടിട്ട് വന്നതുകൊണ്ട് ഒരുപക്ഷെ ഇവിടെ നടക്കുന്നതൊന്നും ആയിരിക്കില്ല. കോടിക്ക് 1.5 കോടി എന്നൊക്കെ പറയുന്ന രീതിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ എവിടെയായി കോടികളുടെ കണക്ക് പോയി നിൽക്കണം. പൂജ്യമൊന്നും കണ്ടിട്ട് എന്നെ കണ്ണി പെടുന്നില്ല. നമ്മൾ ഏതാണ്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. കാരണം 50 കോടിയിലധികം വരും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ചെറുതായിട്ട് അറിഞ്ഞപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ട്. പിന്നെ ഏറ്റവും പുതിയതായിട്ട് ഈ കമ്മീഷൻ അടിച്ചു മാറ്റുന്നതിൻ്റെ ശബ്ദരേഖ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഞാൻ അന്ന് താങ്കളോട് പറഞ്ഞിരുന്നു, എറണാകുളത്തുള്ള ഒരു കമ്പനിക്കാണ് കട്ടൗട്ട് ഉണ്ടാക്കാൻ കൊടുത്തത്. അപ്പോൾ കട്ടൗട്ട് ഉണ്ടാക്കാൻ കൊടുത്തപ്പോൾ മാന്യന്മാരാണ് ഇവർ. കാരണം എന്ന് വെച്ചാൽ 16 ലക്ഷം രൂപയാണ് കൊടുത്തേക്കണം. അതിൽ ചെറുതായിട്ട് 8 ലക്ഷം രൂപ കമ്മീഷൻ അടിച്ചിട്ട് 16 ലക്ഷത്തിൽ 8 ലക്ഷം. ശരിക്കും പറഞ്ഞാൽ മറ്റവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ 8 ലക്ഷത്തിന് ഓർഡർ ചെയ്തു കൊടുക്കുകയും വേണം. കൂടി വന്ന് അവന് കിട്ടാൻ പോണത് 50,000 1 ലക്ഷം ആയിരിക്കും. പക്ഷെ അപ്പോഴാണ് ഈ നേതാക്കന്മാർ 8 ലക്ഷം രൂപ കമ്മീഷൻ അടിച്ചേക്കണം. ഇത് ഒരു സംസ്ഥാന സമിതി അംഗവും ഒരു ജില്ലാ ഭാരവാഹിയും കൂടിയുള്ള സംഭാഷണവും ഇട്ടേക്കണം. എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 8-8-16 അതിൽ 8 ലക്ഷം നമുക്കാണ്, 8 ലക്ഷം അവർക്കാണ്, അങ്ങനെയാണ് പറഞ്ഞേക്കണം. പിന്നെ മറ്റേ ഏറ്റവും ലോവസ്റ്റ് കോട്ട ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് വെച്ച് അങ്ങോട്ട് വെറുതെ റെഡിയാക്കിക്കോന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അടിപൊളി അഴിമതിയാണ്. ഇനി നമ്മൾ കഴിഞ്ഞോളം പറഞ്ഞെങ്കിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ദീപ സുദർശൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയെ പറഞ്ഞല്ലോ നമ്മൾ. അതായത് ഒരു കട നടത്തുന്ന ആള്. ആ കട നടത്തുന്ന ആള് അവര് നിരപരാധിയാട്ടെ. അവരുടെ മറ്റേ ഹസ്ബൻഡിന്റെ പേര് എന്ന് പറയുന്നത് പ്രമദ ചന്ദ്രൻ എന്ന് പറയുന്ന ഹസ്ബൻഡിന്റെ പേര്. അയാൾ BJPയുടെ മണ്ഡലം ജില്ലാ സെക്രട്ടറിയാണ്. നേരത്തെ അയാൾ ഏതോ CPMലായിട്ട് വർക്ക് ചെയ്തിരുന്ന ഇടതുപക്ഷത്ത്. അയാൾ 2 കൊല്ലം മുമ്പ് ഇങ്ങോട്ട് മാറിയില്ല. ഇത്തവണ അയാൾക്ക് ചാർജൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അയാളുടെ കടയുടെ GST നമ്പർ എടുത്ത് വ്യാജമായിട്ടൊരു ബില്ലുണ്ടാക്കിയേക്കണേ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പെട്ട് ഇപ്പൊ അയാളോട് പരാതി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കാശടിച്ചു മാറ്റിയത് കൂടാതെ ഒരു BJP നേതാവ് അയാൾക്ക് 5 രൂപ കിട്ടിയില്ല. അയാൾ ചോദിക്കണേ 3.25 ലക്ഷം രൂപയുടെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. എന്റെ പൊന്നു സാറേ, ഇതിനകത്ത് മറ്റേ പഞ്ചാരം പഴം മാത്രമേ ഒന്നുമില്ല. അപ്പൊ അയാൾ 3.25 ലക്ഷം രൂപ. എന്നിട്ട് ഈ അവിടെ എന്ന് വെച്ചാൽ ഫോർജറി, അതായത് ഒരു ഡോക്യുമെന്റ് വ്യാജമായിട്ട് നിർമ്മിച്ചു എന്ന് പറഞ്ഞ കേസാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരാ BJP ഓഫീസിൽ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പോലീസിൽ നിന്ന് കയറും. ഈ മണ്ടന്മാരെയൊക്കെ തലവേദന ആലോചിക്കണേ. ഇപ്പൊ മറ്റേ രാജീവ് ചന്ദ്രശേഖരൻ ഇംഗ്ലണ്ടിലാണ്. പുള്ളി ഇനി ആ വഴി വേറെ എങ്ങനെങ്കിലും പോവാന്ന് എന്റെ പേടി. ഇപ്പൊ കാരണം ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ തലവേദനയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതില് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവിലെ മുരളീധരൻ പറയണത് ഞാൻ പുള്ളി ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാ. മറ്റേ വട്ടിയൂർക്കാവിലല്ല, മറ്റേ മുരളീധരൻ തൊട്ടപ്പുറത്താ. വട്ടിയൂർക്കാവിൽ മത്സരിച്ച് മറ്റേ പുള്ളിക്കാരിയാണല്ലോ ആര്, നമ്മുടെ മുരളീധരനെ മത്സരിച്ച് മുരളീധരനെ മത്സരിച്ച. അതുകൂടാതെ മറ്റേ നമ്മുടെ DGP ആണല്ലോ മത്സരിച്ച, DIG ആണ് മത്സരിച്ച DIG. അവർക്ക് പിന്നെ ഇതൊന്നും അറിയാൻ പാടില്ല, വെളിവില്ലാത്തതുകൊണ്ട് ഇതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ പറയണത് ഇത്രയും കോടികളാണ് ഇതിനകത്ത് അഴിമതി നടത്തിയേക്കണം. എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഈ പറയുന്ന ഒരു ഏറ്റവും വലിയ അടുത്ത തമാശ എന്താ, ഇവിടെ നിന്നുള്ള ഒരു ഭാരവാഹി കേന്ദ്രത്തിന് പരാതി അയച്ചിട്ടുണ്ട്. അതായത് BL സന്തോഷ് പരാതി അയച്ചിട്ടുണ്ട്. അക്കമിട്ട് നിരത്തിയാ പറഞ്ഞേക്കണം. 2 ലക്ഷം രൂപ ഇന്നയാൾ മോഷ്ടിച്ചു, 2 ലക്ഷം രൂപ ഇന്നയാൾ മോഷ്ടിച്ചു, 31 ലക്ഷം രൂപ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പുള്ളിക്കാരിയില്ലേ, മറ്റേ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് കയറി എന്ന് പറയുന്ന മറ്റേ അഞ്ജന രഞ്ജിത്ത് മറ്റേ സുരേഷ് അപ്പോയിന്റ് ചെയ്തേക്കുന്ന ഒരു പുള്ളിക്കാരിയാണ്. ആ സുരേഷ് അപ്പോയിന്റ് ചെയ്തേക്കുന്ന പുള്ളിക്കാരി പറയണത് പുള്ളിക്കാരിയുടെ കയ്യിലേക്ക് ക്യാഷായിട്ട് 31 ലക്ഷം രൂപ മേടിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ പുള്ളി പരാതി കൊടുത്തേക്കണം. 31 ലക്ഷം കേട്ടിട്ട് കൊതിയായിട്ട് പോയി. പണ്ടേ വെറുതെ ഈ പഠിക്കാനും ഇതിനൊക്കെ പോയി സമയം കളഞ്ഞെന്ന് പറയില്ല. മറ്റേ നമ്മൾ മറ്റേ സലീം കുമാറിന്റെ ഒരു സിനിമയിലുണ്ടല്ലോ,
മറ്റേ ദിലീപ് മറ്റേ ഇത് വലിച്ചു കഴിഞ്ഞ് ഇംഗ്ലീഷ് പറയണേക്കോ, മറ്റേ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞ് ഇംഗ്ലീഷ് പറഞ്ഞേക്കോ, വെറുതെ പഠിച്ച സമയം കളഞ്ഞു, നേരത്തെ തന്നെ കഞ്ചാവ് വലിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ നമുക്ക് വെറുതെ മെമ്പർഷിപ്പ് എടുത്താൽ മതി. കേട്ടത് പുതിയായിട്ട് പോയി. കാരണം ഒരാൾ 54 ലക്ഷം രൂപ ലോൺ അടച്ചെടുത്ത്, ഒരാൾ 17 ലക്ഷം രൂപ അടച്ചെടുത്ത്, ഒരാൾ ഈ പറയുന്ന പോലെ ഇത് അടച്ചെടുത്ത്. പിന്നെ പാലക്കാടുള്ള മറ്റേ സിദ്ധാർത്ഥ് എന്ന് പറയുന്നവൻ എന്ത് ചെയ്ത് ലക്ഷങ്ങൾ വെച്ചിട്ട് സെൽഫി എടുക്കുന്നു, കാർ എടുക്കുന്നു. വിദ്യാർത്ഥി ശരിക്കും സമ്മതിക്കേണ്ടതാട്ടോ. അത് എന്താ കാണിച്ചത്? കള്ളം. ഓക്കെ, എല്ലാം ഓക്കെ, 500 വെച്ചിട്ട് കൂടെ ഒന്ന് സെൽഫി എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാന്നൊക്കെ വെച്ചപ്പോ എന്റെ പൊന്നു മോനെ അവൻ വേറെ ലെവല. അല്ല, അങ്ങനെ കാണിച്ചു തന്നായി. കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാവരുടെയും പണം സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഇപ്പൊ താങ്കളുടെ കയ്യിലേക്ക് വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും കോടിക്കണക്കിന് രൂപ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു അർമാദിക്കൽ തോന്നിപ്പോ. അതിനകത്ത് അതല്ല, അത് താങ്കൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഈ 10 ലക്ഷം രൂപയുടെ ലോട്ടറി ഉണ്ടായി ഫസ്റ്റ് പ്രൈസ്. അന്ന് 10 ലക്ഷം രൂപ ഇവിടെ 5000 രൂപ സെന്റിനുള്ളൂ കേട്ടോ. അതായത് വൈറ്റ് ലാങ്ഷനിൽ ആ സമയത്താണ് 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ വലുതാണ്. അടിച്ചവൻ എന്ത് ചെയ്യുന്ന അറിയാമോ? അടിച്ചവനെ അടിച്ച് ഫിറ്റായിട്ട് മനോരമയുടെ ഒരു പരമ്പര ഉണ്ടായത്, ലോട്ടറി അടിച്ചവരിൽ 70-80% നശിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ ഇവൻ അടിച്ച് ഫിറ്റായിട്ട് കുറെ കൂട്ടുകാരൊക്കെ ഇട്ട് സിനിമ കാണാൻ ചെന്നപ്പോൾ സിനിമ സെക്കൻഡ് ഷോ തുടങ്ങി കഴിഞ്ഞു. ശ്രദ്ധിച്ചേക്കടെ, സെക്കൻഡ് ഷോ പകുതി തുടങ്ങി കഴിഞ്ഞു. സെക്കൻഡ് ഷോ പകുതിയിലേ കാണാൻ പറ്റുള്ളൂ. പറ്റില്ല, രണ്ടാമത് ഇടണമെന്ന് കാശല്ല കയ്യിൽ. പല സൂക്കേടും തോന്നുമല്ല, എല്ലിനിടെ കുതിയുടെ രണ്ടാമത് ഇടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പറ്റില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഫുൾ ഷോയുടെ കാശം കൊടുത്തു. ഓണറെ വിളിച്ച് ഇവിടെ കിടന്ന് ഇടിയായി ബഹളമായി. ഇപ്പൊ ഫുൾ ഷോയുടെ കാശ് ഇടാന്ന് പറഞ്ഞു. ഫുൾ ഷോയുടെ കാശ് കൊടുത്തിട്ട് ഇപ്പൊ പുള്ളിയുടെ അവസ്ഥ എന്താ അറിയാം? ഒറ്റ മുറി വീട്ടിൽ താമസിക്കണം. 10 ലക്ഷം അന്ന കാലത്ത്. അല്ല, 10 ലക്ഷം അടിക്കുന്നതിന് മുമ്പ് പുള്ളിക്ക് 2 മുറി വീടും ഒരടുക്കളയും അടങ്ങുന്ന വീടും സ്ഥലവും ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ ഒറ്റ മുറി വീട്ടിലേക്ക് എന്ത് ചെയ്തു? ആ കയ്യിലുള്ള 10 സെന്റിന്റെ 7 സെന്റ് 8 സെന്റ് ആയിട്ട് വിറ്റ് ചെയ്യാൻ, ബാക്കി 2 സെന്റിൽ ഇപ്പൊ ഒറ്റ മുറി വീട്ടിലാണ് കഴിയണത്. അപ്പൊ അതുപോലെ കാശ് വരുമ്പോ നമുക്ക് പല ഇതും തോന്നും. അപ്പൊ സിദ്ധാർത്ഥിനൊക്കെ പറഞ്ഞിട്ടല്ല, അവൻ ചെറിയൊരു ABVPയുടെ ഭാരവാഹിയാണ്. നോക്കുമ്പോ കയ്യിൽ ലക്ഷങ്ങൾ, കണക്കൂല, ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും കൈയിട്ട് വരാം, മോഷ്ടിക്കാം, നക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ എന്ത് ചെയ്യൂ? സ്വർണ്ണമണലി വീണ പോലെ ആയിരിക്കും. എങ്ങനെ എടുത്തോണ്ട് പോകണമെന്നായിരിക്കും അറിയാൻ പറ്റാതിരിക്കുക. എനിക്ക് പി മുരളീധരൻ ഇഷ്ടപ്പെട്ട. പുള്ളി പത്രവാർത്തകളല്ലാതെ പുള്ളി ഇത്രയും വലിയ കളവ് പുള്ളിയുടെ പാർട്ടിയിൽ നടന്നുകൊണ്ട് പുള്ളി ഇതേവരെ ഒന്നും അന്വേഷിച്ചിട്ടില്ല. കാരണം പുള്ളിക്ക് അറിയാവുന്നതാണ്. മൂകനുമായിരുന്നു അദ്ദേഹം കുറച്ച് നേരം. ഇനി ഏറ്റവും വലിയ അടുത്ത കമന്റ്, എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എസ് സുരേഷ് വന്നിരുന്ന ഒരു TV മറ്റേ നമ്മുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കണം. ഇന്റർവ്യൂവിൽ പറയുന്ന ഡയലോഗ് എന്താണെന്നറിയാമോ? അതാണ് ഇവരുടെ തൊലിക്കട്ടിയ. കേന്ദ്രത്തിൽ നിന്ന് അഭിനന്ദനം കിട്ടിയേക്കണേന്ന്. എന്തിനാണെന്നറിയാം? ഇവിടെ ചെലവാക്കിയ പണം എടുത്തതിന് ശേഷം ബാലൻസ് തിരിച്ചു കൊടുത്തത് അങ്ങോട്ട്. ഇത് പറയുന്നത് സുരേഷ് അല്ല കേട്ടാ, പറയുന്നത് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളാണിത് പറയുന്നത്. അപ്പൊ പുള്ളി പറയണത് എനിക്ക് അങ്ങനെ പുറത്ത് തുറന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യാം, ഞാനിത് നിരാകരിക്കുന്നില്ല, പക്ഷെ എന്നാൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാര്യം മനസ്സിലായോ? അതായത് ശരിയാണെന്നുള്ള ഒരു ധാരണ ആളുകൾക്ക്. അത് ചോദിപ്പിച്ച ചോദ്യമായിരിക്കുമല്ലോ അത്. എനിക്കിത് പറയാൻ പറ്റില്ല, എന്നാ ഞാൻ എങ്ങനെ പൊക്കി പറയണം, നീ പൊക്കിക്കോ, ഞാനത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കുറെ യൂട്യൂബ് ചാനലുകളൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ അയോധ്യ കട്ടതുപോലെ അറിഞ്ഞിട്ടില്ല, ഇവിടുത്തെ അറിഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നോട് മറ്റേ ഓഫീസിലൊരു പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞായിരുന്നു, അവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് PMPhil കൂടി കഴിഞ്ഞിട്ടാണ് ജോലി കയറിയേക്കണം. അപ്പൊ അവനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഓട്ടോ ഓടിച്ച് 50 കോടി രൂപ. പുല്ല്, പല ഓട്ടോ ഓടിക്കാനും പോയാൽ മതി ഇല്ലേ? കൂട്ടി വെച്ച് ഇല്ലേ? ബോബരമോളിൽ പഴയൊരു വിറ്റുണ്ട്. അതായത് പണ്ടൊക്കെ മറ്റേ CD അല്ലല്ലോ, കാസറ്റ് ആണല്ലോ. ഇത്രയുള്ള താങ്കളൊക്കെ കണ്ടുണ്ടാവും കാസറ്റ്. അപ്പൊ മറ്റേ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ അടിയിൽ കൂടി പോകുമ്പോൾ ഭയങ്കര സൗണ്ടിൽ വോളിയത്തിൽ വെച്ചേക്കണ പാട്ട്. അപ്പൊ പുള്ളിയോട് ചോദിക്കണത് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് കാസറ്റാണ് ചേട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി ഉണ്ട്, കാസറ്റ് ആണെങ്കിൽ ഇങ്ങനെ, പരസെറ്റ് ആണെങ്കിൽ എന്തായിരിക്കും ചോദിക്കും. പുള്ളി മറ്റേ കാസറ്റ് എന്നുള്ള പുള്ളിക്ക് അറിയില്ല. പുള്ളി കാൽ സെറ്റ് എന്നാ പുള്ളി വിചാരിക്കണം. കാൽ സെറ്റ് ആണെങ്കിൽ ഇങ്ങനെ, പരസെറ്റ് ആണെങ്കിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ ഓട്ടോ ഓടിച്ച് 50 കോടി രൂപ. അപ്പൊ വല്ല ടാക്സിയൊക്കെ ഓടിച്ചിരുന്നെങ്കിൽ എത്ര കോടി, 100 കോടി രൂപ ഉണ്ടാക്കിയിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ കളവ് നടത്തിക്കൊണ്ടിരുന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്കും ആർക്കും ഒരു കുഴപ്പമില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ കുറച്ച് പേര് വന്നിട്ട് വിളമ്പണ എന്താണെന്നറിയാമോ? BJPക്ക് ഈ സംഘപരിവാർ അനുകൂല നിരീക്ഷകരുണ്ടല്ലോ, സംഘ നിരീക്ഷകർ. ആ സംഘ നിരീക്ഷകരൊക്കെ വന്നിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാ പാർട്ടികളിലും ഇതുപോലെ തെരഞ്ഞെടുപ്പിൽ അഴിമതി കിടക്കുന്നു. ഏത് പാർട്ടി? അദ്ദേഹത്തിന് മറ്റൊരു ഫേമസ് ഡയലോഗ് കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇത് ദൈവം നേരിട്ട് പടച്ചുവിട്ട പാർട്ടിയൊന്നും അല്ലല്ലോ, മനുഷ്യന്മാരല്ലേ ബൈ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിലെ അത്ഭുതം സങ്കടപ്പെടാവില്ല. കാരണം വെച്ചാൽ അവിടെ നിന്ന് കെട്ട കാശ് ഇവിടെ നിന്ന് കുറച്ച് പേര് കെട്ടും, അത്രേ ഉള്ളൂ.
അപ്പൊ കൊടകരയിൽ ഇത് തന്നെ സംഭവിച്ചത്. കാരണം വെച്ചാൽ പോണ വഴിക്ക് എന്ത് ചെയ്തു, മറ്റേ സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ ആളുകൾ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്ത് ഈ കാശ് മുഴുവൻ അടിച്ച് മാറ്റി. എന്നിട്ട് പോയത് 10, 30 കോടി 40 കോടി രൂപയാണ്. പക്ഷെ ആ കണക്ക് പറയാൻ പറ്റില്ല. പകരം 25 ലക്ഷം രൂപ പോയി എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് 25 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. അത് പരാതി കൊടുത്തേക്കടെ ആരാന്നറിയാം? 2 ദിവസം കഴിഞ്ഞിട്ട് അവിടുത്തെ മറ്റേ വണ്ടിയുടെ ഡ്രൈവർ കൊണ്ടേ പരാതി കൊടുത്തേക്ക്. വണ്ടിയുടെ ഡ്രൈവർ കൊണ്ടുപോയിട്ട് കാശ് കാണാനില്ലെന്ന് പരാതി കൊടുത്തേക്കും. ഇതൊക്കെ ചെയ്തിട്ട് ഇതൊന്നും ചെയ്യണമെന്നൊന്നും എനിക്ക് കുഴപ്പമില്ല. എന്നിട്ട് BJPയുടെ നേതാക്കന്മാർ പുറത്തു വന്നിരുന്ന് പറയണേത്, ഞാൻ താങ്കളോട് പറയാം, ഇപ്പം ഞാൻ ഒരു സാധനം കട്ടുന്നില്ല, ഞാൻ കട്ടിട്ടില്ലെന്ന് പറഞ്ഞു നിർത്തി നമുക്ക് മനസ്സിലാവും. കാരണം എല്ലാവരും അങ്ങനെ പറയാൻ പറ്റുമല്ല. ഞാൻ പറഞ്ഞേ അങ്ങനെയല്ല, എനിക്ക് സത്യസന്ധതക്കുള്ള അവാർഡും കൂടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ ഇവർ പറയണേ ശരിക്കും പറഞ്ഞാൽ മറ്റേ RSSന്റെ ഒരു സംഘപരിവാറിനെ ഞങ്ങളുടെ ജില്ലാ കോർഡിനേറ്റർമാരുടെ ശിബിരത്തിൽ വെച്ചിട്ട് ഞങ്ങൾ അഭിനന്ദിച്ചു. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് എന്ത് ചെയ്തു? അഭിനന്ദിച്ചു. എന്തിനി? ഇവിടെ കിട്ടിയ പണം ചെലവൊക്കെ കഴിഞ്ഞത് ഇത്ര ഉള്ളതാണ്. ആ പൈ വിടാതെ ഞങ്ങൾ എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച്, കേന്ദ്രത്തിന് കത്തെഴുതിയത് പിന്നെയും കുഴപ്പമില്ല. ഇപ്പൊ പുലിവാലിപ്പെട്ടൊക്കെ എന്താ പറയുക, ഈ GST നമ്പർ. കാരണം ഇനിയിപ്പോ പോലീസ് കയറി നിരങ്ങൂലേ. GST നമ്പർ മാത്രമാണ് അതിൽ ശരിയായിട്ടുണ്ടായിരുന്നത്. കടയുടെ പേരും അഡ്രസ്സും വരെ തെറ്റിച്ചെഴുതിയേക്കണെന്ന് പറയും. പേരും അഡ്രസ്സും ഒക്കെ തെറ്റിച്ചെഴുതിയേക്കണം. അന്ന് അയാളെ വിളിച്ച്, ഞാൻ പറഞ്ഞ ഈ പോഴന്മാർക്ക് ഒരു വിവരമില്ലെന്ന് വെക്കണം. അന്ന് അയാളെ വിളിക്കണ്ടേ, ഇരിക്കൂ മണ്ഡലം സെക്രട്ടറി ഇരിക്കൂ, ഞങ്ങൾ ശരിയാണ് പരിഗണിച്ചില്ല. പുള്ളി പാവം 2 ബൂത്തിലെ വർക്ക് ചെയ്തല്ലോ, പുള്ളിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇരിക്കൂ, നമ്മൾ ചായ കുടിക്കൂ, ഇതും കൂടി എടുക്കൂ. എന്താ വിളിക്കുമ്പോൾ പറഞ്ഞേക്കണം ബില്ല് ശരിയാണെന്നുള്ളത് പറഞ്ഞേക്കണം. ആ പാവത്തിനെ കട്ടയിൽ ഇവർ തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നതിലെങ്കിലും കുറച്ച് കൊടുത്തിരുന്നെങ്കിൽ. പിന്നെ ഈ ഇവരുടെ ഇടക്ക് പിന്നെ താങ്കളെന്താ വിചാരിക്കണത് പുറത്തുനിന്നാണ് വന്നതെന്നുള്ളതാണ്. ഇത് പുറത്തുനിന്നല്ല. ഇതെന്താന്ന് വെച്ചാൽ നേരത്തെ ആദ്യം കെ സുരേന്ദ്രൻ ആയിരുന്നപ്പോൾ അവിടെ ഏതാണ്ട് 20-23 ലക്ഷം രൂപയായിരുന്നു ആവറേജ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ചെലവ് വന്നിരുന്നത്. ഇപ്പോൾ എന്നത് 65 ലക്ഷമാണ്. അപ്പൊ തന്നെ ഇവർക്ക് ആ കുരു പൊട്ടി. കാരണം ഞങ്ങളൊക്കെ കൂടി ഇത് പണിത് റെഡിയാക്കി വെച്ചപ്പോൾ വേറെ കുറെ ആളുകൾ വന്ന് സൂയിക്കണം അവിടെ ഇരുന്ന്. മനസ്സിലായോ? ഫുള്ള് AC സെൻട്രലൈസ്ഡ് ഓഫീസ് ഇതല്ല. നേരത്തെയുള്ള മഹാരാജ് പോകുന്ന താങ്കൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് കാണുന്നത് ഇപ്പോൾ ഒരു സാധാരണ വീടാണ്. കയറി ചെല്ലുമ്പോൾ ഞാൻ പോയിട്ടുണ്ട് 2 സ്ഥലത്ത്. പുതിയ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്. പുതിയ ഓഫീസ് ഗംഭീര ഓഫീസാണ്, നല്ല കോർപ്പറേറ്റ് സെറ്റപ്പുള്ള ഓഫീസാണ്. പണിതത് അത് വർക്കെടുത്ത് പണിതവും നമ്മുടെ ഒരു സുഹൃത്താണ്. അത് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. വലിയ കൺസ്ട്രക്ഷൻ ടീമാണ്. അപ്പോൾ അത് പണിത് കൊടുത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് അവർ കയറുന്നത്. അപ്പോൾ കയറി കഴിഞ്ഞിട്ടാണ് അവിടെ ഈ അഴിമതി മുഴുവൻ നടത്തുന്നത്. പിന്നെ 31 റൂം SP ഗ്രാൻഡൈസ് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് അവിടെ. ഞാൻ താമസിച്ചിട്ടുള്ള ഹോട്ടലാണ്. അവിടെ നല്ല റൂംസ് ഒക്കെയാണ്. പക്ഷെ ആവറേജ് എന്ന് പറഞ്ഞാൽ 4000-5000 വരുന്ന റൂമാണ് പെർ ഡേ. മറ്റത് ഇവരുടെ മെയിൻ നേതാക്കന്മാരെ മറ്റേ താമസിക്കുന്നതൊക്കെ 20,000-25,000 രൂപയാണ്. ഇവിടെ SB ഗ്രാൻഡൈസിൽ 31 റൂം എടുത്തിട്ട് 31 റൂം. എന്നിട്ട് 7 എണ്ണമേ എന്ത് ചെയ്തുള്ളൂ, ഉപയോഗിച്ചുള്ളൂ. ബാക്കി 24 എണ്ണത്തിന്റെ 25 ദിവസത്തേക്കുള്ള കാശ്. അപ്പൊ എത്രയാണ് കൂട്ട്? ദൈവമേ. ചെറുത്. ഇനി അടുത്തത് വരാനിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ പറയട്ടെ. ഇത് എക്സ്ക്ലൂസീവാണ്. അതെന്താന്ന് പറഞ്ഞത്, PR ഏജൻസികൾക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി പറയുന്നത് ശരിയല്ല, കാരണം എനിക്ക് അറിയാവുന്ന ആളുകൾ ബാക്കി പറയുന്നില്ല. CPMന്റെ വലിയൊരു മീഡിയ പ്രവർത്തകയായിരുന്ന, CPMന്റെ വലിയ അനുഭാവിയായിരുന്ന, അതിനുശേഷം കലൂരിലൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരിയാണ് ഇതിൻ്റെ PR എടുത്തത്. 12-20 മണ്ഡലങ്ങളുടെ PR എടുത്ത പുള്ളിക്കാരിയാണ്. ഒരു 12-18 മണ്ഡലങ്ങളുടെ PR BJPക്ക് വേണ്ടി 25 ലക്ഷം രൂപ മുതൽ 17 ലക്ഷം രൂപ കിടക്കാണ് ഓരോ മണ്ഡലവും കരാറ് എടുത്തായിരുന്നു. അതിൽ എത്ര ആർക്കൊക്കെ കിട്ടിയെന്നറിയാം? പത്മജയുടെ പുള്ളിക്കാരിയായിരുന്നു. മധ്യമേഖലകളിൽ ബാക്കിയുള്ളത് പുള്ളിക്കാരിയായിരുന്നു. അതിൽ ചില സ്ഥലങ്ങളിൽ 8 ദിവസം മാത്രം വർക്ക് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നിർത്തി. കാരണം ഇവർക്ക് അത് പ്രോപ്പർലി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നൽ ഉണ്ടായി. എത്ര കോടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി വഴിയാണ് ഇവർ ഇതിനകത്തേക്ക് വരുന്നത്. കാരണം പുള്ളിക്കാരനെ നേരത്തെ കഴിഞ്ഞ ലോക്സഭയിലേക്കുള്ളത് ഇവരാണ് നോക്കിയത്. സത്യം കേട്ടിട്ട് കുത്തിയിട്ട് പാടില്ല, ചതിയിൽ വഞ്ചന പാടില്ലെന്ന് പറയില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പോഴന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോഴും നേരത്തെ ഈ ആളുകളെ വിമർശിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയാം? അവർക്ക് അതൊരു പ്രകടമായി CPM അനുകൂല നിലപാടെടുത്ത സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ ഏത് നിലപാടെടുക്കട്ടെ, നിങ്ങൾ ഈ പണി പ്രോപ്പർലി. ഇപ്പം ഞാൻ നിലപാടുണ്ടെന്ന് വെച്ചാൽ നാളെ BJP എനിക്ക് വർക്ക് ചെയ്യുന്ന ഞാൻ ഗംഭീരമായിട്ട് കോൺഗ്രസ് വർക്ക് ചെയ്യുന്നാലും ചെയ്യും, ഞാൻ CPM വർക്ക് ചെയ്യുന്നതിലും RJD വർക്ക് ചെയ്യുന്നാലും ചെയ്യും. പക്ഷെ അത് ചെയ്യേണ്ടതെന്നുള്ളതല്ല. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു?
പണി കൊടുത്തു. 25 ലക്ഷം എന്ന് പറഞ്ഞാൽ 8 ലക്ഷമോ 10 ലക്ഷമോ അവർക്ക് കിട്ടിയിട്ടില്ല, ബാക്കി 15 അത്ര അടിക്കട്ടെ അതെ, ഒരു മണ്ഡലത്തിന്. അപ്പൊ എത്രയായിരിക്കും ബാക്കിയുള്ള സ്ഥലങ്ങൾ? ഇലക്ഷൻ വരാൻ കൊതിയായിട്ടിരിക്കുന്ന കുറച്ച് ടീംസ് വരാന്ന് തോന്നുന്നു. ഞാൻ മെമ്പർഷിപ്പ് എടുക്കാൻ തീരുമാനിച്ചു. ഞാനും മറ്റേ മിസ്ഡ് കോൾ ഇനി എടുത്താലും എടുത്തില്ലെങ്കിലും എന്ത് ചെയ്യും? ഇനി നമ്മൾ വേണമെങ്കിൽ മിസ്ഡ് കോൾ അല്ല, എടുക്കുന്നവരെ വിളിച്ചോളാം, എടുക്കുന്നത് വരെ വിളിച്ചിട്ട്. കാരണം കുറച്ച് ചെറിയ ചെറിയ ലോണൊക്കെ ഉണ്ട്, അതൊക്കെ തീർക്കാൻ പറ്റും. അപ്പൊ ഇത് കേട്ടിട്ട് പുതിയായിട്ട് 54 ലക്ഷം രൂപ ലോൺ ഒറ്റയടിക്ക് എന്ത് ചെയ്തു? ഈ സമയത്താണ് നിങ്ങൾ വേറൊരു കാര്യം കൂടി അറിയുന്നുണ്ട്, ഇതിൽ സങ്കടകരമായ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ വേറൊരു കൗൺസിലറോട് ആത്മഹത്യ ചെയ്തിരുന്നത് എന്താണെന്നറിയോ? ഒരു കോപ്പറേറ്റീവ് സ്ഥാനാർത്ഥി, കൗൺസിലറായിരുന്നു ആള്. കോപ്പറേറ്റീവിന്റെ കഴിഞ്ഞ തവണ കൗൺസിലറായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ ഓഫീസിൽ നിന്നുള്ള പിള്ളേർ പോയി കണ്ടിട്ടുണ്ട് പുള്ളിയെ കൗൺസിൽ ഓഫീസിൽ. അതിനുശേഷം പുള്ളിന് ഒരു തവണ ഒരു ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി നമ്മൾ വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ചതിന്റെ കേട്ട് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിയുമ്പോഴാണ് പുള്ളി സൂയിസൈഡ് ചെയ്തത്. പുള്ളി ഒരു പാവ മനുഷ്യൻ. പുള്ളി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ BJP ഭരിക്കുന്നതിന്റെ ചാർജായിരുന്നു പുള്ളിക്ക്. ആ ചാർജുള്ള ആളുകൾ എന്ത് ചെയ്ത് മരിക്കേണ്ടി വന്നത് എന്താണെന്നറിയാമോ? BJP അനുഭാവികളായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ലോൺ എടുത്തിട്ട് അത് തിരിച്ചടച്ചിട്ടില്ലെന്ന്. ആ ലോൺ എടുത്തതിൽ പേര് പറയുന്ന ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ പേര് പറയുന്ന ഒരാൾ കൂടി അതിൽ മേജറായിട്ടുള്ള ലോൺ എടുത്തിട്ടുണ്ട്. പേര് പറയല്ല. ഇപ്പൊ പുള്ളി തിരിച്ചടച്ചിട്ടുണ്ടോ? പിന്നെ BJP ഇപ്പൊ മലപ്പുറത്തും ബാക്കിയുള്ള സ്ഥലങ്ങളിലും കോഴിക്കോടൊക്കെ മത്സരിക്കുന്നത് ജയിക്കാനാണ്. അല്ല, ഈ ഒരു ആളെ സ്ഥാനാർത്ഥി ആക്കിയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത ഒരാളുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ഇതില്. സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് പറഞ്ഞല്ല പുള്ളി ആത്മഹത്യ ചെയ്ത്. അല്ലല്ല, സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് പറഞ്ഞല്ല. പുള്ളി ഈ കോപ്പറേറ്റീവ് സംഘത്തിന്റെ ചുമതലക്കാരനായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ലോണൊന്നും എടുത്തിട്ട് തിരിച്ചടക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ അവിടെ കാശ് ഇൻവെസ്റ്റ് ചെയ്തേക്കണ FD ഇട്ടേക്കണ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ പുള്ളിയുടെ തലയിലേക്ക് എല്ലാം കൂടി വരുമെന്ന് സാമ്പത്തിക ബാധ്യത പറഞ്ഞ പുള്ളി മരിച്ചു പോയതാ. പക്ഷെ ഇലക്ഷൻ കഴിയണവരൊന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നേതാക്കന്മാരൊക്കെ ഇലക്ഷൻ കഴിയണവരെ വെയിറ്റ് ചെയ്താലും പുള്ളിക്കൊന്നും പാവം കിട്ടൂല. കാരണം അത്ര ഇതില്ലാത്ത ഒരാളായതുകൊണ്ടായിരിക്കുമല്ലോ പുള്ളി എന്ത് ചെയ്യണത്. അല്ല, ഞാൻ സത്യം പറഞ്ഞ വിചാരിച്ചത് CPM ചേർന്നാലും ഇതുപോലെ കോടീശ്വരൻ. ഇത് ഈ ലിക്വിഡ് ക്യാഷ് ആയിട്ട് അഞ്ജനക്ക് കൊടുത്തത് കണ്ടിട്ടുള്ള ദൃക്സാക്ഷിയാണെന്ന് പറഞ്ഞാൽ കത്തയച്ചേക്കണം. ബാക്കി നമ്മളിത് ഞാൻ വീണ്ടും ഇത് എടുക്കണമെന്ന് പറയാൻ കാര്യം ടോപ്പിക് എന്നാന്ന് പറഞ്ഞാൽ ഇത് നമ്മളന്ന് പറഞ്ഞിരുന്നു, ഇത് ഇതിലൊന്നും നിൽക്കൂല, ഇതിന് പുറത്തേക്ക് വരും. ഇനി അടുത്ത എപ്പിസോഡ് എടുക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ PR ഏജൻസിയുടെ കാര്യം. പിന്നെ ഇത് രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ഇതങ്ങോട്ട് എന്ത് ചെയ്യുക, ഈ അഴിമതി ആരോപണം എല്ലാത്തിൻ്റെയും പുറത്ത് അങ്ങ് കിടന്നിട്ട് മൂടി വെക്കുക. അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ? സ്വന്തം മറ്റേ വളർന്നടന്ന് തുപ്പുന്നതിന് ഇല്ലവില്ലേ നമ്മുടെ നാട്ടിൽ. എന്നിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്ത വാചകം കൊണ്ട് അത് കേൾക്കുമ്പോഴാണ് മനുഷ്യൻ പൊട്ടിച്ചിച്ച് തമാശ പറയല്ലേടാന്ന് പറഞ്ഞാൽ അടിക്കാൻ തോന്നണം. എന്താണെന്നറിയാമോ? കേരളം മുഴുവൻ മറ്റേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും മാറി മാറി ഭരിച്ച് കൊള്ള നടത്തിക്കൊണ്ടിരിക്കണത്. ഇത് സ്വന്തം വീട്ടിൽ അല്ല. നമ്മുടെ അടുത്തൊരു പുള്ളിയുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഒരു പാണ്ഡൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു പുള്ളി. പാണ്ഡൻ എന്ന് പറഞ്ഞാൽ പുള്ളിനെ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നേട്ടോ, അല്ലാതെ എൻ്റെ പുള്ളിയല്ല ഇത്. അപ്പം വേറെ പേര് കൂടി എൻ്റെ അടുത്ത്, അത് പറഞ്ഞ ആളുകളൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ പുള്ളിയുടെ ഫാദർ ഉണ്ട്, ബാലൻ എന്നാണ് പേരെന്ന് വിചാരിക്കട്ടെ, പേരിൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പുള്ളി ERGയിലെ പണിക്ക് പോയിക്കൊണ്ടിരുന്നത്, തലച്ചുമടൊക്കെ എടുത്ത് പാവം കഷ്ടപ്പെട്ട് പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഒരു ദിവസം മോഷണം പോയി. മോഷണം പോയെന്നറിയാമോ? അന്ന് 1000-1200 ശമ്പളം കിട്ടണം. അപ്പം അതിൽ 200-210 രൂപ അങ്ങനെ എന്താണ് ബാലൻസ് വെച്ചിട്ട് ബാക്കിയുള്ള കാശ് മോഷണം പോയി. അപ്പം 210 രൂപ എന്താ ബാലൻസ് വെച്ചേക്കണെന്ന് നിങ്ങൾക്കറിയോ? അതാണ് അതിൻ്റെ പോയിന്റ്. അത് ഈ പുള്ളിക്ക് ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ബിസിനസ്. അതെന്താന്ന് വെച്ചാൽ അപ്പം ഈ കള്ളന് ഒരു വിചാരം ഉണ്ടെന്നാണ്, ഇയാൾ പണിക്ക് പോകണം, പോയിട്ട് തിരിച്ചു വരണം, കാരണം അല്ലെങ്കിൽ പ്രശ്നമോന്നറിയാം. അപ്പം അവിടെ പോലീസൊക്കെ വന്നപ്പോൾ ബാലഞ്ചനോട് ചോദിച്ചു കേസെടുക്കണമെന്ന് വെച്ചു. ഒന്നും വേണ്ട, അതെന്താ ആളറിയാം, കുഴപ്പമില്ല. മകനാണ് എടുത്തിട്ട് പോയത്. എന്താ കാര്യം? പക്ഷെ മകനറിയാം അച്ഛൻ ജോലിക്ക് പോയില്ലെങ്കിൽ അടുത്ത തവണ ഈ കാശെടുക്കാൻ പറ്റൂല. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 1-ാം തീയതി പണമായി എണ്ണിക്കൊണ്ടുവന്നാണല്ലോ ആളുകൾ മേടിച്ച് കവറിലിട്ട് കൊണ്ടുവന്നാണ് വീട്ടിൽ വെക്കണത്. ആ വീട്ടിൽ വെക്കുന്നതിന് കറക്റ്റ്, അതായത് ചേഞ്ച് പോലും മാറിയിട്ട് 10 രൂപ 20 രൂപ കറക്റ്റ് 25 ദിവസത്തേക്കുള്ള കാശ് ബസ് കാശ് കറക്റ്റ് കണക്കൂട്ടി അവിടെ വെച്ചേരും. എൻ്റെ അച്ഛൻ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു പോലീസിനെ വിളിക്കാന്നൊക്കെ പറഞ്ഞു. പോലീസിന് വന്നില്ല, പോലീസിനെ വിളിച്ചപ്പോഴത്തേക്ക് പോലീസ് വരാൻ വേണ്ടി വഴി വെച്ച് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു വരണ്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ ചില കാശ് കിട്ടിയെന്ന് പറഞ്ഞതെന്ന് ഈ പുള്ളി പറഞ്ഞപ്പോഴാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ വന്ന് റൂമിനകത്ത് കയറിയപ്പോൾ റൂമിനകത്തേക്ക് അടച്ച് കയറ്റിയിട്ട് പുള്ളി പറഞ്ഞു വളരെ എടാ നീ മറ്റേ ഇതൊന്നും ആളെ ഒന്നും വിളിച്ചു പറയണ്ട, അതൊന്നും ശരിയാവില്ല,
അച്ഛൻ എടുത്തേക്കണ ആരാന്ന് എനിക്കറിയാം, കുഴപ്പമില്ല, ഞാൻ അവനെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ എന്ന്. അപ്പോൾ അവനോട് എന്ന് വെച്ചപ്പോൾ അവൻ പുറത്ത് പോയിക്കണുണ്ട്, അതിന് നാളെ രാവിലെ എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. അതിൻ്റെ കുറേ കാശ് തീരും, ബാലൻസ് വന്നത് എന്ത് ചെയ്യാം, സ്വന്തം എന്താണ് മകനല്ലേ. അല്ല ഇതേ അവസ്ഥയിൽ BJP സ്വന്തം വീട്ടിൽ ഇങ്ങനെ കട്ട്. എന്നിട്ട് ഈ മകൻ്റെ വേറൊരു കഥയും കൂടിയുണ്ട്, അതും കൂടി കേട്ട രസമായിരിക്കും. ഒരു മകൻ ഒരു ദിവസം മറ്റേ ഭയങ്കര ചീത്തയാണ്, ഒരു കലുങ്കുണ്ടേക്കണം, കലുങ്ങിന്ന് ബീറ് ചീത്ത. എന്താണെന്നറിയാമോ, ഈ പുള്ളിയത് ERGയിൽ പണിക്കോണ പുള്ളി കഷ്ടപ്പെട്ട ഒരു വീട് ഉണ്ടാക്കി, തൊണ്ട സ്ഥലത്തിന്റെ അപ്പുറത്ത് തന്നെ ഒരു വീട് വെച്ചു കൊടുത്തപ്പ പുള്ളി അടിച്ച് വിറ്റായി വന്നിട്ട് എല്ലാം പൂര ചീത്തയാണ്. പണ്ട് ഞങ്ങൾക്ക് ഒരു ലോറി എടുത്ത് കൊടുത്ത്, അത് കഴിഞ്ഞ് വണ്ടി എടുത്ത് വരുമ്പോൾ എടുത്ത് കൊടുത്ത്, അത് കഴിഞ്ഞ് വീടും വെച്ച് കൊടുത്ത് ആളൊരു രസിക്കലാണ്ട, പാവം മനുഷ്യനാണ് ഈ പുള്ളിയാണ് ചീത്തയെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടാൻ പറയത്താത്ത ചീത്തയാണ്. ഇത് അച്ഛനെ പറയണം, അവൻ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയണേ. ഞാനും എൻ്റെ അച്ഛനും കൂടി, ഞാൻ ഇത്രേ ഉള്ളൂ, എൻ്റെ അച്ഛനും കൂടി നടന്നു തന്നെ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ല, അയാൾ വെറും പോക്കൃത്തല്ലേ ഏട്ടാ കാണിക്കുന്നത്. കാരണം ഞാൻ അന്നൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് പണിയുമ്പോൾ വീടിൻ്റെ ഒപ്പമല്ലല്ലോ ബാത്റൂം പുറത്തല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഇയാൾ വീട് വെച്ച് കൊടുത്തു, പക്ഷെ ബാത്റൂം അവൻ എനിക്ക് വീട് വെച്ച് തന്നു. എന്നിട്ടും ഇപ്പം അവൻ പറയണെന്ന് വെച്ചാൽ ബാത്റൂമിന് ഞാൻ പെടുക്കാൻ അവൻ്റെ അവിടെ പോകണമെന്ന് പറഞ്ഞു. അതായത് ഒരേ തറവാട് ഇപ്പുറത്ത് ഒരേ ബാത്റൂം ഉണ്ട്. അപ്പം അവൻ ഈ കഷ്ടപ്പെട്ട് ഈ പ്രായത്തിൽ വീട് വെച്ച് കൊടുത്തു. എന്നിട്ട് പൂരത്തെറിയാൻ ആരാ, അച്ഛനെ, ഫാദറിനെ. അപ്പൊ എൻ്റെ അച്ഛൻ്റെ അനിയനൊക്കെ ഉണ്ട്. അപ്പൊ അനിയൻ ഇവരാരും ഒന്നും ഉണ്ടല്ലോ. എല്ലാ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ കൂളായിട്ട് എന്നുണ്ടോ, നീ ശരിയാണ് എന്ന് പറഞ്ഞ അച്ഛനും 2-3 തെറി. ആരാ, മറ്റേ പുള്ളിയില, ഏത് ഇവന്റെ അച്ഛനാ. അപ്പൊ ഇവൻ മിണ്ടാനായി. പുള്ളി പറയണ പോലെ അല്ലല്ലോ വേറെ ആൾ പറയും. അങ്ങേരൊക്കെ ഒരു സ്വഭാവം ഉണ്ടാകുന്നു. എന്താന്ന് വെച്ചാൽ ഒരു ചായ ഞാൻ കുടിക്കാന്ന് പറഞ്ഞാൽ അയാൾ കുടിക്കൂല. ഞാനൊക്കെ അങ്ങനെയല്ല, ചായ കുടിക്കും, 2 അടിക്കണമെന്ന് പറഞ്ഞാൽ അടിക്കും. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് അതിനോടൊപ്പാണ് വീട്ടിലെ കാര്യം നോക്കണം. പുള്ളി അങ്ങനെയല്ല, പുള്ളി ഒരു വെള്ളം പോലും പുറന്നു കുടിക്കില്ല. കാരണം ആ കാശും കൂടി കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കും. അത്ര വൃത്തിയായിട്ടവരാണ്. അയാൾ ഇത് അനുഭവിക്കേണ്ടവരാണെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പിന്നെയും ചീത്ത പറഞ്ഞേ. എന്നിട്ട് അച്ഛനെ അടുത്ത ഡയലോഗ് ഉണ്ട്, അതാണ് മാസ്റ്റർ പീസ്. ഇപ്പൊ വേണമെങ്കിൽ ഇവിടെ കൂടിയ നാട്ടുകാർക്കും വേണമെങ്കിൽ എനിക്ക് നിന്നോടൊരു ചോദ്യം ചോദിക്കാം. വീട് അയാൾ വെച്ച് തന്നു, ഒരു ബാത്റൂമെങ്കിലും സ്വന്തമായിട്ട് കെട്ടിക്കൂടറ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു തെറി പറഞ്ഞിട്ട് ചോദിക്കണേ, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അത് ഞാൻ നിന്നോട് ചോദിക്കില്ല, കാരണം നിന്നെ വളർത്തി അത്ര വഷളാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു 15 മിനിറ്റ് എന്റെ ഫാദർ ഇന്ന് പുള്ളിയുടെ സൈഡാണോ അപ്പുറത്തെ സൈഡാണോ എന്ന് അറിയാതെ ഇന്ന് തകർക്കണേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെ എന്റെ ഫാദറിന്റെ ആ ടോക്ക് എടുത്ത് വല്ല വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ലക്ഷപ്രഭുക്കളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കണം, ശരിയാണ് അയാൾ പറഞ്ഞത്. അയാൾ ഒരു ചായ കുടിക്കൂല, എന്നിട്ട് ഇവിടെ വരെ വരും എന്ന് പറഞ്ഞാൽ അയാളുടെ കഷ്ടതകളും ബുദ്ധിമുട്ടും ഒക്കെ പറഞ്ഞിട്ട്. എന്നാലും ഞാൻ അയാൾ പണ്ടേ പറയാറുണ്ട്, ചേട്ടൻ 2 അടിച്ചിട്ട് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യും, പിള്ളേരൊക്കെ അടിച്ചും തല്ലിയും വളർത്തുന്നു പറഞ്ഞാൽ ശരിയാവും. പക്ഷെ അത് ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ ഈ നാട്ടുകാരിൽ അവർ തന്നെ ചോദിക്കാം, അച്ഛനെ കുറിച്ച് ഈ തെറി പറഞ്ഞ മോശമല്ലേ, നീ എന്ത് നിനക്ക് സ്വന്തമായിട്ടൊരു ബാത്റൂമെങ്കിലും കെട്ടിക്കൂടറ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അത് ചോദിക്കില്ല, കാരണം അതും കൂടി പുള്ളി കെട്ടിത്തന്നെ. മനസ്സിലായി എന്ന് പറയണ പോലെ ശരിക്കും പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഒക്കെ അവസ്ഥ മറ്റേ പുള്ളിയുടെ അവസ്ഥ ഏത്, പൈസ പോയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല. ഒന്നുമില്ല. പോലീസ് ഒന്നും അറിയില്ല, ലിസ്റ്റ് കറക്റ്റ്, എല്ലാം കറക്റ്റ്. കാരണം എന്താ, ഇത് ഈ കമ്മീഷൻ വഴിയൊക്കെ പൊട്ടിക്കുന്നവർ ചെറുതാ. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് വന്നിട്ടുള്ള 100-300 അല്ലെങ്കിൽ 400 കോടി ഉണ്ടെങ്കിൽ അതിലിനി ബാലൻസ് എത്ര വേറെ വലിയ കാര്യങ്ങൾക്ക് മുടക്കിയിട്ടുണ്ടാവും നമ്മള് നോക്കണം. A ക്ലാസ് മണ്ഡലങ്ങളിലും B ക്ലാസ് മണ്ഡലങ്ങളിലും C ക്ലാസ് മണ്ഡലങ്ങളിലേക്കും കൊടുത്തു വിട്ടേക്കണവര് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അപ്പൊ അതാരായിരിക്കും, അത് ഇവരായിരിക്കില്ലല്ലോ, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എന്താ മറ്റേ ബോംബ് വീഴാൻ പോണ അവസ്ഥയാണ്. ബോംബ് വീഴാൻ പോണാണ് എല്ലാവരും കടിച്ചു പിടിച്ച് കിടന്നോന്ന് പറയില്ലേ, മറ്റേ നമ്മുടെ മീശമാധവല്ലി മറ്റേ വഴിപാട് നടത്തുമ്പോഴത്തേക്കും എന്ത് ചെയ്യില്ലേ, മറ്റേ പുള്ളി മിലിറ്ററിക്കാരൻ കിടക്കല്ലേ എന്ന് പറഞ്ഞ പോലെ അപ്പൊ തന്നെ കിടക്കും. കിടക്കാതെ വേറെ വഴിയില്ല. ഇത് നിങ്ങൾ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്താണ് വളരെ നല്ല പരിപാടി എന്ന് പറയുന്നത്, എന്ത് ചെയ്യുക, ഒരു മരക്കഷം എടുക്കുക, കടിച്ചു പിടിക്കുക, കമിഴ്ന്ന് കിടക്കുക, എന്ത് ചെയ്യുക, ബോംബ് പൊട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രം എഴുന്നേക്കുക. പിന്നെ അതിൻ്റെ ഇടക്ക് കൂടി ഏതെങ്കിലും ചാനലുകളൊക്കെ പിടിച്ചിട്ട് 3-4 ഇന്റർവ്യൂ കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം ശുഭം, പിന്നെ ഞങ്ങൾക്ക് മിക്കവാറും ഏറ്റവും നല്ല ഹോണസ്റ്റി മറ്റേ സത്യസന്ധതയുടെ പുരസ്കാരം കിട്ടുമെന്നൊക്കെ എന്ത് ചെയ്യും, ഡയലോഗ് അടിക്കുക. താഴെ വന്ന് ഈ BJP-ക്കാരായിട്ടുള്ള പാവപ്പെട്ട അവന്റെ കയ്യിൽ നിന്ന് ചെലവെടുത്ത് പോസ്റ്ററും ബാനറും പശ മേടിച്ച് മൈദ മേടിച്ച് തേച്ചിട്ടുള്ളവൻ വന്നിട്ട് പോലും നമ്മളെ ചീത്ത വിളിക്കും. എന്നാന്നറിയാമോ, നിങ്ങൾ ഇതിലെന്താ കാര്യം എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന്, ഞങ്ങളുടെ കാശ് ഞങ്ങൾ കെട്ടാൻ നിങ്ങൾക്ക് എന്താന്ന് കേട്ട്.
ഏത് മറ്റേ എന്റെ അമ്മേനെ ഞാൻ തല്ലിയ മറ്റേ ബാലഞ്ചേട്ടന്റെ വീട്ടിൽ ചോദിച്ച പോലെ എന്റെ കാശ് എന്റെ അച്ഛന്റെ കാശ് ഞാൻ കേട്ടാ പിന്നെ നിങ്ങൾ അതെ. അല്ല ഇതിനപ്പുറത്തേക്കൊന്നും പോവാൻ പോണില്ല കാര്യം. ഞാൻ പറയണത് സത്യം പറഞ്ഞാൽ അടിയന്തരമായിട്ടൊരു സംസ്ഥാനമൊക്കെ പറ്റി എനിക്ക് സത്യമായിട്ട് എനിക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ സ്നേഹമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറയാനുള്ളത് താങ്കൾ ഇംഗ്ലണ്ടിൽ ചോദിച്ചാണെങ്കിൽ ഓൺലൈൻ സംസ്ഥാന സമിതി വിളിച്ചു കൂട്ടുക. ആദ്യമായിട്ട് പറയാം, ഇനി വോയിസ് ക്ലിപ്പൊക്കെ ഉള്ളത് പുറത്തേക്ക് എടുക്കരുത്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ താക്കോൽ അവിടെ തന്നെ ഇരിക്കട്ടെ, അതവിടെ തന്നെ ഇരിക്കട്ടെ പ്ലീസ്. നിർത്തിക്കോ, അല്ലെങ്കിൽ മൊത്തം പെടും. ആ ഇപ്പൊ വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് ഒന്ന് ആലോചിക്കും. വോയിസ് ക്ലിപ്പ് ഇവരാരെങ്കിലും റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കായിരിക്കും. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കും അറിയാം, എല്ലാവർക്കും അറിയാം, പുള്ളി ഒരു ചേരി വേറെ ചേരിയുണ്ട്. പുള്ളി ഈ ഇലക്ഷൻ തോറ്റാ പുള്ളിയിൽ ഇവിടെ നിന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ച അവരിതാ. അല്ല ഇതിന്റെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? രാജീവ് ചന്ദ്രശേഖരൻ ഈ ഇലക്ഷനിൽ തോക്കുകയും വലിയ പരാജയം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിയിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പറഞ്ഞേച്ചാലേ. പക്ഷെ പുള്ളി ഇപ്പൊ ഇവിടെ ഉറപ്പിച്ചു. എന്താ കാര്യം? 3 MLA സീറ്റ് കിട്ടി, 1. ഇനി അതുകൂടാതെ പുള്ളിയും MLA. അപ്പൊ ഇനിയിപ്പോ പെട്ടെന്ന് പറഞ്ഞൂടെ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ ഗ്രൂപ്പുകാരൊക്കെ കൂടി അടിക്കണേ. മുമ്പ് ഇതൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. മുമ്പ് ഇതൊക്കെ തന്നെ അവർക്ക്. അല്ല ഇവരുടെയൊക്കെ പ്രശ്നം ശരിക്കും കട്ടതല്ല ഇവരുടെ പ്രശ്നം. വീതം വെപ്പിൽ ഇവർക്ക് പാളിച്ച പറ്റി. എല്ലാവർക്കും തുല്യമായിട്ട് കൊടുത്തൊന്ന് ഉറപ്പിച്ച് നിർത്താൻ ഇവർക്ക് പറ്റി. അങ്ങനെ കട്ടതിലൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ഇതിനകത്തൊന്നും നിൽക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോയി നമ്മൾ രാമനാമം ജപിച്ചിരിക്കേണ്ടി വരും. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ രാമനാമൊന്നും പറയില്ല, രാമൻ അവിടെ ഇല്ല. ഇനി ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഇതിലെ ഏറ്റവും വലിയ കാര്യം കേരളത്തെ കൊള്ളയടിക്കുന്നു ആര്? മറ്റേ ഇടതുപക്ഷവും ഭരണപക്ഷവും മറ്റേ UDF, LDF, UDF. അതുകൊണ്ട് ഞങ്ങളെ എടുക്കൂന്ന് പറഞ്ഞുകൊണ്ടിരുന്ന. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഇനി ആര് രക്ഷിക്കുക എന്നുള്ളതാണ്. ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ വയ്ക്കുന്നില്ലേ, അതായത് നിന്നെ രക്ഷിക്കാൻ പഴയ KP രാമദാസ് ഇല്ലാന്ന് പറഞ്ഞ പോലെ. അപ്പൊ നിന്നെ രക്ഷിക്കാൻ ആരുണ്ടാന്ന് ചോദിക്കുന്ന പോലെ ഇനി BJP ആര് രക്ഷിക്കും? പിന്നെ ആകെ ഒരൊറ്റ കാര്യമുള്ളൂ ഇതിൽ. വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമുണ്ട്. അതെന്താണെന്നറിയാമോ? കള്ളപ്പണ ഇടപാടുണ്ട്. അതിന് ED വരേണ്ടതാണ്. പിന്നെ അതോർത്ത് പേടിക്കാനല്ല, വരൂലല്ലോ. സത്യത്തിൽ ഞാൻ പറയണത് കേരളത്തിൽ അടുത്തവണ MP-മാരെയൊക്കെ 2 പേരെ ചിലപ്പോൾ കിട്ടിയാൽ അതിന് കിട്ടിയ സാധ്യതയില്ല. ഇവരെല്ലാവരും കൂടി പോയി ബീഹാറിലോ ബാക്കിയുള്ളവരെങ്കിലും പ്രവർത്തിച്ച് നരേന്ദ്രമോദിയെ വീണ്ടും അധികാരത്തിൽ എത്തിക്കണം. കാരണം അല്ലെങ്കിൽ പഴി പാടും. സത്യം മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് അത് മുട്ടി ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇവർ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമെങ്കിലും വേണം. ആര്? മോദി വരെ. അതുവരെ മോദിക്ക് അമിത്ഷാക്കൊക്കെ തലവേദനയാണ്. കാരണം ഈ ഒരു ചെറിയ സ്റ്റേറ്റ് കൊണ്ട് ഇവിടെ എന്താണ് 1350 പ്രശ്നങ്ങളും ബാക്കിയുള്ള സ്റ്റേറ്റിൽ ഇത്ര പ്രശ്നം ഇല്ല. മോശമൊക്കെ ഉണ്ട്. ഇപ്പൊ പണ്ട് മറ്റേ നമ്മുടെ ഏറ്റവും ആദ്യം BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന് നമ്മുടെ ഗുരുവായിട്ടുള്ള മറ്റേ മാത്യു സാമുവലാണ് മറ്റേ സ്റ്റിങ് ഓപ്പറേഷൻ നടത്തി 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കുന്നത് പിടിച്ചു. അപ്പൊ ഇതൊക്കെ ഇത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിലിപ്പോ വലിയ അത്ഭുതമോ ആശ്ചര്യകരമായിട്ടൊന്നുമില്ല. പക്ഷെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഇത്തരം വലിയ വിഴുപ്പലക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ രാജീവ് ചന്ദ്രശേഖരൻ ഇംഗ്ലണ്ടിലാണ്. പുള്ളി എനിക്ക് തോന്നുന്നത് മിക്കവാറും എക്സ്റ്റെൻഡ് ചെയ്യാനാണ് വഴി. എങ്ങനെ തിരിച്ചു ചെല്ലുമോ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നിട്ട്. കാരണം ഇപ്പൊ തന്നെ പുള്ളിക്ക് 150 പരാതി കിട്ടിയാണ്. പുള്ളി ഇപ്പൊ വളരെ കഠിനാധ്വാനിയായിരുന്നു. ഇപ്പൊ റിലാക്സ് ചെയ്യാൻ ഒരാഴ്ച അവിടെ പോയി ഇരിക്കാന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഇവിടെ ഇത് പൊട്ടിച്ചു വിട്ടത്. പിന്നെ BJP MLA-മാർക്ക് ഒരു പണിയില്ല ശരിക്കും. ഞാൻ 3 പേരുണ്ട്. 3 പേര് ഒരു പ്രസ്താവന പോലും നടന്നില്ല. മുരളീധരൻ കഴിഞ്ഞതോടെ ചോദിക്കണം ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുന്നൊക്കെ ചോദിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ അറിഞ്ഞില്ല. മാധ്യമങ്ങളൊക്കെ എന്നെ അറിയിച്ചു, നന്ദി. അതിന് നന്ദിയൊക്കെ പറയണുള്ളൂ. മാധ്യമങ്ങളൊക്കെ എന്നെ അറിയിച്ചു, നന്ദി. സ്വന്തം വീട്ടിൽ കളവെടുത്തിയതേ നിങ്ങളൊക്കെ എന്നെ അറിയിച്ചു, നന്ദി. കുഴപ്പമില്ല, പോട്ടെ. കൂടെ അതിന്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലായി. കാരണം ഇതൊക്കെ ഇവിടെ എന്നാണ് മനസ്സിലായി. എന്ത് നിങ്ങൾ ഇതല്ലേ കണ്ടിട്ടുള്ളൂ? നമ്മുടെ RCയോട് ചോദിക്കുന്നു പറയും. സ്ഥിരമായിട്ടാണെങ്കിൽ എന്ത് ചെയ്യൂല. ഇപ്പം എൻ്റെ പേഴ്സ് ചിലപ്പോൾ വൈഫ് ഒരു ക്യാഷ് എടുത്തു 100 എടുത്തു എന്ന് പറഞ്ഞാൽ ഞാനത് വലിയ മൈൻഡ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ മിക്കവാറും ബസ് പോകാൻ വേണ്ടി എടുക്കുന്ന സ്ഥിരം ശീലമാണെങ്കിൽ നമ്മൾ ഞെട്ടേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായി? അപ്പൊ അതേസമയം ഇവിടെ ഇപ്പൊ 32 ലക്ഷം എടുത്ത് ഞെട്ടേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഇപ്പൊ ഒരു ഇലക്ഷൻ ആകുമ്പോൾ മനസ്സിലായി. അതിലെ വെടിവഴിപാട് എങ്ങനെ വിളിച്ചു പറയാതെ നടത്താൻ പറ്റും? ദൈവം നേരിട്ട് പഠിച്ചുവിട്ടതൊന്നും അല്ലല്ലോ, മനുഷ്യന്മാരല്ലേ. അല്ല, മറ്റേ പുള്ളി വെടിവഴിപാട് നടത്തണമെന്ന് ചോദിക്കുമ്പോൾ താടി തടയിക്കൊണ്ട് പറയട്ടല്ലോ. അതൊക്കെ ഒരു കീഴ്വഴക്കമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കീഴ്വഴക്കമാണത്. പക്ഷേ വലിയ വെടി 4 ചെറിയ വെടി 4 എന്നുള്ളത് ഉറക്കങ്ങ് വിളിച്ച് പറഞ്ഞപ്പോ നാട്ടുകാർ മൊത്തം കേട്ടു. ഈ ഇതില് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എത്ര പേര് വർക്ക് ചെയ്തിട്ടുണ്ടാവും? അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവര് ഇതിനോടുള്ള രോഷം ഉള്ളിൽ അടക്കിക്കൊണ്ട് ഇനി നമ്മുടെ വീഡിയോന്റെ താഴെ വന്ന് ചീത്തയും കൂടി പറയണം. സത്യം എല്ലാരോടും പറഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോ ഇങ്ങനെ വരും കേട്ടോ മക്കളെ, 100 കോടിയുടെ അടുത്ത് വരും, എല്ലാരും തെറി വിളിച്ചോ, ചാനൽ വന്ന് റിപ്പോർട്ട് ചെയ്തോ. അല്ല ശരിക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുള്ളത് ചില മാധ്യമ പ്രവർത്തകരാണ്. കാരണം യൂട്യൂബ് ചാനലൊക്കെ അവരറിഞ്ഞിട്ടില്ല. അവരാണ് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഇരുമ്പ് വർഷം കടിച്ചുകൊണ്ട് മറ്റേ കമഴ്ന്ന് കിടക്കുന്നവർ. അവരറിഞ്ഞിട്ടില്ല. അവർ അയോധ്യ തന്നെ അറിയാൻ ഒരാഴ്ച വൈകി. ഇപ്പൊ ഇതൊട്ടും അറിഞ്ഞിട്ടില്ല.
അല്ല, മാതൃഭൂമിക്കാർ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിന്റെ താഴത്തെ കമന്റുകളാണ് ഏറ്റവും അതിശയം. നിങ്ങൾ എന്താ മീഡിയ വണ്ണിന് പഠിക്കുകയാണോ? ഏറ്റവും വലിയ അടുത്ത തമാശ ഉണ്ട്. ഇനി അടുത്ത തമാശ ഉണ്ട്. ഈ ശബ്ദരേഖയൊക്കെ കൊടുത്തേക്കണം മീഡിയ വണ്ണിന്. നന്നായി. ഈ ശബ്ദരേഖ എവിടുന്ന് കിട്ടി? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞത് നിർത്താം. ഇനിയും ഉണ്ട് കേട്ടോ, തുടരും. എൻ്റെ കയ്യിലില്ല പക്ഷെ ഇനിയും ഉണ്ട്. ഘട്ടം ഘട്ടമായിട്ട് അടിക്കുമ്പോഴുള്ളൊരു രസമുണ്ട്. ഒറ്റയടിക്ക് എല്ലാം കൂടി ഇറക്കിയ രസമില്ല. ഉണ്ട്.